ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയ ബാച്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണല്ലേ. പുതിയ ബാച്ചിലെ കുട്ടികൾക്ക് എല്ലാവർക്കും ഒരു വോം വെൽക്കം. നമ്മൾ ഇന്ന് എക്കണോമിക്സ് ആണ് കേട്ടോ പഠിക്കാൻ പോകുന്നത്. അതിനു മുന്നേ നമ്മുടെ ബാച്ചിനെ കുറിച്ച് ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് തരാമെന്ന് വിചാരിച്ചു. ഓൾറെഡി നിങ്ങൾ കേട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നിങ്ങളെ പ്രാന്ത് പിടിപ്പിക്കുകയാണെന്നൊന്നും വിചാരിക്കേണ്ട. ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ തന്നിട്ട് നമ്മുടെ സബ്ജക്റ്റിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ പുതിയ ബാച്ച് 3rd ബാച്ചാണ്. +1 കൊമേഴ്സിൻ്റെ ബാച്ചാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ റെക്കോർഡിംഗ് ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ് ആണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ സമയത്തിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. പക്ഷേ ഒരു കാര്യമുണ്ട്, നിങ്ങൾ എപ്പോഴാണോ പഠിച്ച് തുടങ്ങുന്നത് എന്നുള്ളത് എനിക്കൊന്ന് മെസ്സേജ് ഇടുക കേട്ടോ. നിങ്ങളുടെ അവൈലബിൾ ആയിട്ടുള്ള ടൈം എപ്പോഴാണെന്നുള്ളത് എനിക്ക് മെസ്സേജ് ഇടുക. ആ ടൈമായിരിക്കും നിങ്ങൾക്ക് ഞാൻ ആ വീഡിയോ പ്രൊവൈഡ് ചെയ്ത് തരുന്നത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഒരു ദിവസത്തെ ക്ലാസ് കണ്ടു തീർന്നാൽ എനിക്ക് ഉടനെ തന്നെ മെസ്സേജ് ഇടണം, മാം ഇത് കണ്ടു തീർന്നു എന്നുള്ളത്. എങ്കിലേ എനിക്ക് അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ റിവിഷനിൽ ഉൾപ്പെടുത്തണം, ടെസ്റ്റ് പേപ്പറിൽ ഉൾപ്പെടുത്തണം, അതുപോലെ നിങ്ങളുടെ വീക്കിലി അല്ലെങ്കിൽ നിങ്ങളുടെ ഡെയിലി സ്റ്റഡി പ്രോഗ്രസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ പഠിക്കാൻ തുടങ്ങുന്ന ടൈമും പഠിച്ച് തീരുന്ന ടൈമും ഒക്കെ എനിക്ക് എന്തെങ്കിലും ഒന്ന് മെസ്സേജ് ഇടുക. പഠിച്ച് തീർന്നതിന് ശേഷവും നിങ്ങൾ എനിക്ക് മെസ്സേജ് ഇടണം. അതിനുശേഷം നിങ്ങൾക്ക് ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന നോട്ട് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഒരു PDF നോട്ടാണ്. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിക്ക് ഒരു ഷോർട്ട് നോട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അത് വെച്ചിട്ടാണ് ഞങ്ങൾ ക്ലാസ് പഠിപ്പിക്കുന്നത്. അപ്പം നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടായിരിക്കും, ഈ ഒരു സ്റ്റഡി നോട്ട് ഉണ്ടായിരിക്കും. നിങ്ങൾക്കത് പ്രിൻറ്റ് ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ ഫോണിൽ നോക്കി പഠിക്കുന്നേക്കാൾ ബെറ്റർ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിൻറ്റ് ചെയ്ത് തന്നെ കയ്യിൽ വെച്ചേക്കുക. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഇപ്പം അത് കിട്ടിക്കാണുമല്ലോ, ഞാൻ തന്നിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ കയ്യിൽ. അപ്പം നിങ്ങളത് കിട്ടാത്തവരാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എനിക്ക് മെസ്സേജ് ഇടുക കേട്ടോ. നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും സ്റ്റഡി നോട്ട് ഫ്രീ ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ വീക്കിലി ടെസ്റ്റ് പേപ്പർ റിവിഷനൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാ വീക്കും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ടെസ്റ്റ് പേപ്പറോ റിവിഷനോ ഉറപ്പായിട്ടും കാണും. അപ്പോൾ അതിനനുസരിച്ച് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, പഠിക്കാനായിട്ടുള്ളത്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. എപ്പോൾ ഡൗട്ട് എന്ത് റിലേറ്റ് ചെയ്തിട്ട്, നമ്മുടെ സ്റ്റഡി നമ്മൾ പഠിപ്പിക്കുന്ന ടോപ്പിക്ക് റിലേറ്റ് ചെയ്തിട്ട് ഇല്ലെങ്കിൽ സ്റ്റഡി റിലേറ്റ് ചെയ്ത് എന്ത് ടോപ്പിക്ക് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ഡൗട്ട് ക്ലിയറിങ് സപ്പോർട്ട് ഞങ്ങൾ തരുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രധാനമായിട്ട് നമ്മുടെ ബാച്ചിനെ കുറിച്ച് പറയാനുള്ള സവിശേഷതകൾ. മന്ത്ലി 500 റുപ്പീസ് മാത്രമേ വരുന്നുള്ളൂ. 4 സബ്ജക്റ്റ് ഓപ്റ്റ് ചെയ്തവർക്ക് വരുന്ന ഫീസ് എന്ന് പറയുന്നത് മാസം നിങ്ങൾ 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് നമ്മുടെ ഈ ഒരു ബാച്ച് സ്വന്തമാക്കാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ ഒരു കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ഇടാം. അപ്പോൾ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഒരു ബാച്ചിലർ ക്ലാസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന എക്കണോമിക്സ് ആണ്. എക്കണോമിക്സ് പൊതുവേ നിങ്ങൾക്ക് ടഫാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളല്ല, കുറച്ച് കുട്ടികൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എക്കണോമിക്സ് സത്യത്തിൽ ടഫാണോ? അങ്ങനെയൊന്നുമല്ല കേട്ടോ. എക്കണോമിക്സ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനൊന്നും ഒരു ടഫായിട്ടുള്ള സബ്ജക്റ്റേ അല്ല. നമ്മൾ പഠിക്കേണ്ട വിധത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. നന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ് എക്കണോമിക്സ്. പിന്നെ പറയാനുള്ളത്, എക്കണോമിക്സിൽ കുറച്ച് തിയറീസ് ഉണ്ട്, കുറച്ച് ഗ്രാഫ്സ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ നല്ല വിധത്തിന് പഠിച്ചു കഴിഞ്ഞാൽ, ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിച്ചാൽ ഇതിലും എളുപ്പമുള്ള സബ്ജക്റ്റ് വേറെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല കേട്ടോ. അതാണ് സത്യം. അതുപോലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വളരെ എളുപ്പമാണ് പഠിക്കേണ്ട രീതിയിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും നമുക്ക് എക്കണോമിക്സിലേക്ക് കടക്കാം അല്ലേ. എക്കണോമിക്സിൻ്റെ PDF ഒക്കെ കയ്യിലുണ്ടല്ലോ, എല്ലാവരും എടുത്ത് വെച്ചേക്കൂ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. എക്കണോമിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഇന്ത്യൻ എക്കോണമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. ഇത് ഓൾറെഡി നിങ്ങളുടെ സ്കൂളിൽ എടുത്ത ചാപ്റ്റർ ആയിരിക്കും. പക്ഷെ നമ്മൾ എല്ലാം ആദ്യം തൊട്ട് തന്നെ ആയിരിക്കും കേട്ടോ തുടങ്ങുന്നത്. ഈ ഒരു ബാച്ചിൽ ഫസ്റ്റ് ചാപ്റ്റർ തൊട്ടായിരിക്കും നമ്മൾ എല്ലാ സബ്ജക്റ്റും തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ എക്കണോമിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ തൊട്ട് നമ്മുടെ ബാച്ച് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് പറഞ്ഞത്? ഇന്ത്യൻ എക്കോണമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്നാണല്ലേ. അപ്പോൾ ഇതിൽ പഠിക്കുന്നത് എന്തൊക്കെയാണ്? നിങ്ങൾ ഓൾറെഡി പഠിച്ചവരില്ല, ഒന്ന് പറഞ്ഞ് എന്തൊക്കെയാണ് നിങ്ങളുടെ സ്കൂളിൽ പഠിപ്പിച്ചതെന്നൊക്കെ ഓർമ്മയുണ്ടോ? ഓർമ്മയില്ലെങ്കിൽ നമുക്ക് ഇതിൽ കൂടെ ഒന്ന് ഓർമ്മയൊക്കെ പുതുക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു PDF ഫണ്ടിൽ ആയിക്കൂടി 2 പേജേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രമേ നമ്മളിതിൽ എടുത്തിട്ടുള്ളൂ. ആവശ്യമില്ലാതെ ചവറ് പോലത്തെ കാര്യങ്ങളൊന്നും നമ്മളെ PDFിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കണം, ഉറപ്പായിട്ട് നിങ്ങളിത് പഠിച്ചിരിക്കണം എന്നുള്ള കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ചെറിയ PDF ആണ്. എക്കണോമിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ്. വെറും 20 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ക്ലാസ് പർച്ചേസ് ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. ക്ലാസ് പർച്ചേസ് ചെയ്യാത്തവർക്ക് ഇത് പേയ്മെൻറ്റ് കൊടുത്ത് തന്നെ നിങ്ങൾ ഈ ഒരു PDF വാങ്ങണം. അപ്പോൾ 20 രൂപയാണ് നമ്മുടെ PDFിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ പറയാനുള്ളത്, സെക്കൻഡ് ചാപ്റ്ററിൻ്റെ ഓൾസോ നോട്ട് പ്രൊവൈഡ് ചെയ്തിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, അതിന് 50 റുപ്പീസാണ് വരുന്നത്. താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, നേരത്തെ കണ്ട നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ചാപ്റ്ററിലേക്ക് കടക്കാം. ചാപ്റ്ററിൻ്റെ പേര് ഇന്ത്യൻ എക്കോണമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്. ഇതിപ്പോൾ 3ാമത്തെ പ്രാവശ്യമാണ് പറയുന്നത്. അതെന്തായാലും പോട്ടെ. ഇതിലെന്താണ് നമ്മൾ പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ,
ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുന്നേ ഇന്ത്യയുടെ അവസ്ഥ എന്തായിരുന്നു? ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം ഇന്ത്യനെ എങ്ങനെയൊക്കെ മാറ്റിമറിച്ചു? അവരിവിടെ നിന്ന് പോയതിന് ശേഷം ഇന്ത്യക്ക് എന്തൊക്കെയായിരുന്നു അവസ്ഥ? ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടീഷുകാർ ഇറങ്ങി ഓടിയ സമയത്ത് എന്തൊക്കെയായിരുന്നു എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന സെക്കൻഡ് ചാപ്റ്ററിലാണ്. ഇവിടെ ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ തൊടുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ നോക്കുമായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുന്നേ എന്തായിരുന്നു അവസ്ഥ എന്ന് നമുക്ക് നോക്കാം. നോക്കിയോളൂ. കണ്ടീഷൻ ഓഫ് ഇന്ത്യൻ എക്കോണമി ഡ്യൂറിങ് ദ പ്രീ ബ്രിട്ടീഷ് പീരീഡ്. പ്രീ ബ്രിട്ടീഷ് പീരീഡ് മീൻസ് ബ്രിട്ടീഷുകാർ വരുന്നതിന് മുന്നേ ഇന്ത്യൻ എക്കോണമിയുടെ കണ്ടീഷൻ എങ്ങനെയായിരുന്നു? നല്ല അടിപൊളി കണ്ടീഷനായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ പച്ച കളറിൽ കൊടുത്തിട്ടുള്ളത്. ഗ്രീൻ കളറിൽ എന്തിനാണ് കൊടുത്തിട്ടുള്ളത്? ഭയങ്കര പോസിറ്റീവായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ എന്താണ് നമ്മൾ ബ്രിട്ടീഷുകാർ വരുന്നത്, ബ്രിട്ടീഷുകാർ വരുന്നതിന് മുന്നേ ഇവിടെ അടിപൊളി കണ്ടീഷനായിരുന്നു കേട്ടോ. ഇന്ത്യ കുറച്ചുകൂടെ സമാധാനത്തോടു കൂടി സന്തോഷത്തോടു കൂടിയൊക്കെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ആ സമയത്താണ് അവരൊക്കെ കയറി വന്നതല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ഇന്ത്യ എന്ന് പറയുന്നത് കുറച്ച് ഇൻഡിപെൻഡൻറ്റ് എക്കോണമി ആയിരുന്നു. എപ്പോൾ? ബിഫോർ ദ അഡ്വെൻറ്റ് ഓഫ് ബ്രിട്ടീഷ് റൂൾ. ബ്രിട്ടീഷിൻ്റെ ആധിപത്യം ഇവിടെ വരുന്നതിന് മുന്നേ ഇന്ത്യ എന്ന് പറയുന്നത് വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു എക്കോണമി ആയിരുന്നു. ആരെയും ആശ്രയിക്കാതെ നല്ല രീതിക്ക് അധ്വാനിച്ച് ജീവിക്കുന്ന ജനതയുള്ള, അത്യാവശ്യം കഷ്ടപ്പെട്ട് ജീവിക്കുന്ന, ഇല്ലെങ്കിൽ എന്താണ് അവർക്ക് ആവശ്യമുള്ള വരുമാനം നേടിയെടുക്കാൻ പറ്റുന്ന കഴിവുള്ള ആളുകളായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അവർ അത്യാവശ്യം എന്തൊക്കെയായിരുന്നു? ഒരുപാട് ജോലികൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യ എന്നുള്ളത് ഒരു ഇൻഡിപെൻഡൻറ്റ് എക്കോണമി ആയിരുന്നു. ആരെയും ആശ്രയിക്കുന്നില്ല. എക്കണോമിക് പരമായിട്ട് ആരെയും ആശ്രയിക്കാതെ വളരെ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സ്ഥലം തന്നെയായിരുന്നു എവിടെയെന്ന് പറയുന്നത്? ഇന്ത്യ എന്ന് പറയുന്നത്. അഗ്രികൾച്ചർ വാസ് ദ മെയിൻ സോഴ്സ് ഓഫ് ലൈവ്ലിഹുഡ്. അവരുടെ ജീവിത വരുമാനം തന്നെ, ജീവിത മാർഗം തന്നെ എന്താണ്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ ചെയ്തിരുന്നത് അഗ്രികൾച്ചർ ആയിരുന്നു അല്ലേ. അഗ്രികൾച്ചർ ആയിരുന്നു അവരുടെ ഏറ്റവും മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. അവരെന്തായിരുന്നു? അഗ്രികൾച്ചറിനായിരുന്നു ഒരുപാട് ആശ്രയിച്ചിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ 80% ആളുകളും ചെയ്തിരുന്നത് എന്തായിരുന്നു? അഗ്രികൾച്ചർ ആയിരുന്നു. ദ കൺട്രീസ് എക്കോണമി വാസ് ക്യാരക്ടറൈസ്ഡ് ബൈ വേരിയസ് കൈൻഡ് ഓഫ് മാനുഫാക്ചറിങ് ആക്ടിവിറ്റി. അതുപോലെ തന്നെ നമ്മുടെ കൺട്രിയിൽ, നമ്മുടെ ഇന്ത്യ എന്ന കൺട്രിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അഗ്രികൾച്ചർ മാത്രമല്ല, മറ്റ് ചില ആക്ടിവിറ്റീസ് കൂടെ, മറ്റ് ചില മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ് കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു? ഇന്ത്യ വാസ് പർട്ടിക്കുലർലി വെൽ നോൺ ഫോർ ഇറ്റ് ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് ഇൻ ദ ഫീൽഡ് ഓഫ് കോട്ടൺ ആൻഡ് സിൽക്ക് ടെക്സ്റ്റൈൽസ്, മെറ്റൽ ആൻഡ് പ്രീഷ്യസ് സ്റ്റോൺ വർക്ക് എക്സെട്ര. അപ്പോഴെന്താണ്? ഇന്ത്യ എന്ന് പറയുന്നത് ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രിയിൽ കുറച്ചുകൂടെ എന്താണ്? വെൽ നോൺ ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. എന്തൊക്കെ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് ആയിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്? കോട്ടൺ ആൻഡ് സിൽക്ക്. കണ്ടില്ലേ ഇവിടെ കോട്ടൺ ആൻഡ് സിൽക്കിൻ്റെ പിക്ചറൊക്കെ കൊടുത്തിട്ടുള്ളത്. മെറ്റൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്റ്റോൺ വർക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മുടെ ഇന്ത്യയുടെ പാർട്ടായിരുന്നു. ഇന്ത്യയിൽ ആളുകൾ ചെയ്യുന്ന തൊഴിലുകളായിരുന്നു. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസൊക്കെ പോലെ അവർ ചെയ്യുന്ന തൊഴിലുകളായിരുന്നു ഇതൊക്കെ. അപ്പോൾ അഗ്രികൾച്ചർ എന്ന് പറയുന്നത് മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ആണ്. അതല്ലാതെ ആളുകൾ ചെയ്തിരുന്ന വർക്കുകൾ ഇതൊക്കെയായിരുന്നു കേട്ടോ. ദീസ് പ്രോഡക്റ്റ് എൻജോയ്ഡ് എ വേൾഡ് വൈഡ് മാർക്കറ്റ്. വേൾഡ് വൈഡ് മാർക്കറ്റിൽ ഈ പ്രോഡക്റ്റൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇവിടെ നിന്ന് റോ മെറ്റീരിയൽസ് എടുത്ത് അത് മാനുഫാക്ചറൊക്കെ ചെയ്ത് നമ്മൾ ഇങ്ങോട്ട് വേൾഡ് വൈഡ് മാർക്കറ്റിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. കണ്ട, ഭൂമിയുടെ എല്ലാ റൗണ്ടിലും ഇങ്ങനെ ആരോ പോയിരിക്കുന്നുണ്ട്. എന്താണ്? വേൾഡ് വൈഡ്, ലോകം മൊത്തം നമുക്ക് എന്തുണ്ടായിരുന്നു? മാർക്കറ്റ് ഉണ്ടായിരുന്നു, മാർക്കറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ തന്നെ റോ മെറ്റീരിയൽ ഉണ്ട്, അതെടുത്ത് നമ്മൾ എന്ത് ചെയ്യും? കൃഷിയല്ല, പ്രോഡക്റ്റ് മാനുഫാക്ചറിങ് ചെയ്യും. എന്നിട്ട് നമ്മളത് മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ എന്ത് ചെയ്യും? സെയിൽ ചെയ്യും. അതുപോലെ അഗ്രികൾച്ചറുമാണ്. അഗ്രികൾച്ചർ ഇവിടെ നമ്മൾ കൃഷി ചെയ്യാറുണ്ട്. കൃഷി നമ്മളിവിടെ ചെയ്യാറുണ്ട്. കിട്ടുന്ന പ്രോഡക്റ്റൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പോർട്ടൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ തന്നെയാണ് റോ മെറ്റീരിയൽ കണ്ടെത്തുന്നതും നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രോസസ്സ് ചെയ്ത് മാനുഫാക്ചർ ചെയ്ത് പ്രോഡക്റ്റാക്കി ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റാക്കി നമ്മൾ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താണ്? അപ്പോൾ അത്യാവശ്യം വരുമാനം നമുക്ക് കിട്ടും. സപ്ലയറും നമ്മൾ തന്നെ എന്താണ്? അതുപോലെ എക്സ്പോർട്ട് ചെയ്യുന്നത് എല്ലാം നമുക്ക് കൺസ്യൂം നമുക്ക് ഇവിടെ നിന്ന് തന്നെ ചെയ്യാം. നമുക്ക് മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല അല്ലേ. അപ്പോൾ എന്താണ്? അത്രയും നല്ലൊരു ഇൻഡിപെൻഡൻറ്റ് എക്കോണമിയുള്ള അടിപൊളി രാജ്യമായിരുന്നു ഇന്ത്യ. ആരുടെ വരവിന് മുന്നേ? ബ്രിട്ടീഷുകാരുടെ വരവിന് മുന്നേ ഇന്ത്യ ഈസ് വെൽ ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു. പക്ഷെ അപ്പോഴാണ് ഈ കുറച്ച് ആളുകൾ കയറി ഇങ്ങോട്ട് വരുന്നത്. നമ്മളൊന്ന് ഭരിച്ച് കളയാമെന്ന് പറഞ്ഞിട്ട് ആര് വരെയാണ്? കുറച്ച് കൊളോണിയൽ റൂളൊക്കെ കൊണ്ടിട്ട് ആര് വരെയാണ്? ബ്രിട്ടീഷുകാർ വരെയാണല്ലേ. ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യനെ ആധിപത്യം ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ റൂൾ ഇവിടെ നിലനിർത്താൻ വേണ്ടിയിട്ട് അവരിങ്ങനെ കയറി വരികയാണ്. അപ്പം നോക്കിയോളൂ, ദ എക്കണോമിക് പോളിസീസ് ഫോളോഡ് ബൈ ദ കൊളോണിയൽ ഗവൺമെൻറ്, ബ്രിട്ടീഷ് ഗവൺമെൻറ് ആണ്, വെയർ കൺസേൺഡ് മോർ വിത്ത് ദ പ്രൊട്ടക്ഷൻ ആൻഡ് പ്രൊമോഷൻ ഓഫ് ദ എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ദെയർ ഹോം കൺട്രി ദാൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഇന്ത്യൻ എക്കോണമി.
അപ്പോൾ എന്തായിരുന്നു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇന്ത്യയിലേക്ക് ആര് വന്നു? കൊളോണിയൽ ഗവൺമെൻറ് വന്നു. അവരവരുടെ റൂൾസും കാര്യങ്ങളൊക്കെ ഫോളോ അപ്പ് ചെയ്യാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുകയാണ്, നമ്മളെ അടിച്ചമർത്താൻ അവർ ശ്രമിക്കുകയാണ്. അതിലൂടെ അവരെന്ത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കുകയാണ്? അവരുടെ ഹോം കൺട്രീനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കുകയാണ്. അവരുടെ സ്വന്തം രാജ്യത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് നമ്മളെ അടിച്ചമർത്താൻ നോക്കുകയാണ്. ദാൻ വിത്ത് ദ ഡെവലപ്മെൻറ്റ് ഓഫ് എക്കോണമി. ഇന്ത്യൻ എക്കോണമിയുടെ ഡെവലപ്മെൻറ്റിനെ മൈൻഡ് ചെയ്യാതെ, നമ്മളെ പ്രൊമോട്ട് ചെയ്യാനോ പ്രൊട്ടക്റ്റ് ചെയ്യാനോ ശ്രമിക്കാതെ അവരുടെ കൺട്രീനെ ഡെവലപ്പ് ചെയ്യാനും അവരുടെ ഇക്കണോമിക് ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും പ്രൊമോട്ട് ചെയ്യാനും ഒക്കെ അവരെന്ത് ചെയ്യാണ് അതിന് വേണ്ടിയിട്ടുള്ള റൂൾസും കാര്യങ്ങളൊക്കെ ഇവിടെ അവരെന്ത് ചെയ്യാണ് എസ്റ്റാബ്ലിഷ് ചെയ്യാണ്. ഇറ്റ് വിൽ റിസൾട്ട് അവർ എക്കോണമി ഇൻറ്റു. ഇതിൻ്റെ പരിണിത ഫലം എന്നൊക്കെ നമ്മൾ പറയില്ല, എന്ന് വെച്ചാൽ അവരവരുടെ റൂൾ ഇവിടെ നിലനിർത്താൻ ശ്രമിക്കുകയാണ്, അവരുടെ കൺട്രീനെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്, നമ്മളുടെ കൺട്രീനെ അടിച്ചമർത്താൻ ശ്രമിക്കുകയാണ്. ഇതിൻ്റെ പരിണിത ഫലം, റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ എക്കോണമി, അവർ എക്കോണമി ഇൻറ്റു സപ്ലയർ. നമ്മൾ എന്തായിട്ട് മാറി? സപ്ലയർ ആയിട്ട് മാറി ഓഫ് റോ മെറ്റീരിയൽ. നമ്മൾ ഇത്രയും നാൾ ഫിനിഷ്ഡ് ഗുഡ്സ് ആയിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? സപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. പക്ഷേ ഇപ്പോൾ നമ്മൾ എന്താണ് സപ്ലൈ ചെയ്യുന്നത്? റോ മെറ്റീരിയൽ ആണ് സപ്ലൈ ചെയ്യുന്നത്. വാട്ട് ഈസ് റോ മെറ്റീരിയൽ? റോ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഫിനിഷ്ഡ് ഗുഡ്സ് ആകുന്നതിന് മുന്നേ ഒരു വസ്തുവിൻ്റെ അവസ്ഥ, നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ റിസോഴ്സസ് ഉപയോഗിക്കില്ലേ, അതിനാണ് നമ്മൾ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്ന ഒരു സപ്ലയർ ആയിട്ട് മാറി. ആൻഡ് കൺസ്യൂമർ ഓഫ് ഫിനിഷ്ഡ് ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റ് ഫ്രം ബ്രിട്ടൻ ക്രിയേറ്റ് ചെയ്ത് വരുന്നത്, അല്ലെങ്കിൽ ബ്രിട്ടൻ പ്രൊഡ്യൂസ് ചെയ്ത് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി കൊണ്ടുവരുന്നത് ഉപയോഗിക്കുന്ന ഒരു കസ്റ്റമറായിട്ട്, കൺസ്യൂമറായിട്ട് ആര് മാറി? ഇന്ത്യ മാറി. ഇത്രയും നാൾ നമ്മളിവിടുത്തെ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നു, അത് ഉപയോഗിച്ച് റിസോഴ്സസ് പ്രോഡക്റ്റ് മേക്ക് ചെയ്യുന്നു, നമ്മൾ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ആകെ കൂടി സ്ഥിതി എങ്ങനെയാണ്? എങ്ങനെ മാറി മറിഞ്ഞു? ഇന്ത്യയിലുള്ള ആളുകൾ ഇന്ത്യയിലുള്ള റിസോഴ്സസ്, റോ മെറ്റീരിയൽസ് ഇവർ അങ്ങോട്ട് എടുത്തുകൊണ്ട് പോകും, കുറഞ്ഞ വിലയ്ക്ക് എടുത്തിട്ട് പോയിട്ട് അവിടെ നിന്ന് അവർ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റി ഹൈ റേറ്റിൽ അവരിവിടെ എന്ത് ചെയ്യും? എക്സ്പോർട്ട് ചെയ്യും, അല്ലേ, ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യും. ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മളത് ഉറപ്പായിട്ടും വാങ്ങണം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നിർബന്ധിതരാവുകയാണ്. നോക്കിയോളൂ, കണ്ടില്ലേ? റോ മെറ്റീരിയൽസ് ഫ്രം ഇന്ത്യയിൽ നിന്ന് റോ മെറ്റീരിയൽ അവർ കപ്പലങ്ങ് കൊണ്ടുപോവാണ്. ഇന്ത്യയിൽ നിന്നിട്ട് എങ്ങോട്ട് കൊണ്ടുപോയി? ഫിനിഷ്ഡ് ഗുഡ്സ്, ബ്രിട്ടനിൽ ചെന്ന് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റി അത് ഇന്ത്യയിലേക്ക് തന്നെ ഇമ്പോർട്ട് ചെയ്യുകയാണ് ഹൈ റേറ്റിൽ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അതൊക്കെ വാങ്ങണം എന്നുള്ളത് ഒരു നിർബന്ധമായിട്ട് മാറി. Colonial government never made any sincere attempt to estimate India's national and per capita income. കൊളോണിയൽ ഗവൺമെൻറ് ഒരിക്കലും അവർ സിൻസിയർ അറ്റംപ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഒരു ആത്മാർത്ഥമായിട്ടൊരു അറ്റംപ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്തിനു വേണ്ടി? ഇന്ത്യയുടെ നാഷണൽ ഇൻകം, പെർ ക്യാപിറ്റ ഇൻകം ഒക്കെ കണക്കാക്കുക, ഇന്ത്യക്ക് എത്ര ഡെവലപ്മെൻ്റ് ഉണ്ട് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിലൊന്നും അവർ ഒരു തരത്തിലുള്ള ഒരു ശ്രമങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് കുറച്ച് ആളുകൾ, നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ആളുകൾ വരുന്നത്. ആരൊക്കെയാണ്? ദാദാബായ് നവറോജി, വില്യം, ദിഗ്ബേ, ഫിൻലെ, ഷിറാസ്, VKR റാവു ആൻഡ് RC ദേശായ്. ഇവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പേരുകളൊക്കെ കാണാതെ പഠിച്ചു വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. മെയ്ഡ് ടു മെഷർ ഇന്ത്യാസ് നാഷണൽ ഇൻകം. ഇവരെന്ത് ചെയ്തു? ഇന്ത്യയുടെ നാഷണൽ ഇൻകം മെഷർ ചെയ്തു. ആൻഡ് പെർ ക്യാപിറ്റ ഇൻകം ഡ്യൂറിങ് ദ കൊളോണിയൽ പീരീഡ്. അതുപോലെ തന്നെ കൊളോണിയൽ പീരീഡിലുള്ള പെർ ക്യാപിറ്റ ഇൻകം എത്രയാണ്, ഇന്ത്യയുടെ നാഷണൽ ഇൻകം എത്രയാണ്, ഇതൊക്കെ ഇവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? മെഷർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആരൊക്കെയാണ് മെഷർ ചെയ്തിട്ടുണ്ടായിരുന്നത്? പേരുകളൊന്ന് പറഞ്ഞേ കേൾക്കട്ടെ. നിങ്ങൾ പറയാണോ പേര്? പറയണം. പേര് പറഞ്ഞ് ആ പേരുകൾ കാണാതെ പഠിക്കണം, ഉറപ്പായിട്ട് നിങ്ങൾ പഠിക്കണം. ഞാൻ ഈ ഇമ്പോർട്ടൻ്റ് ആണ്, ഉറപ്പാണ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അവിടെ ഇമ്പോർട്ടൻ്റ് VIMP എന്ന് തന്നെ എഴുതി പഠിക്കുക കേട്ടോ. വെരി വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ് എഴുതി പഠിക്കുക. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് അതൊക്കെ പറയുന്നത് കേട്ടോ. ചിലപ്പോൾ അത് പരീക്ഷയ്ക്ക് ചോദിച്ചില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കരുത്, വെരി വെരി ഇമ്പോർട്ടൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചില്ലല്ലോ എന്ന്. അത് എനിക്ക് പറയാൻ പറ്റില്ല. ഞാനല്ല ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നത്. നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ അനലൈസ് ചെയ്തിട്ടാണ് ഏതൊക്കെയാണ് വെരി വെരി ഇമ്പോർട്ടൻ്റ് അല്ലാത്തതെന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക? അത് പഠിച്ച് വെക്കുക. നമുക്ക് എന്ത് പഠിച്ചാലും അതൊരു അറിവല്ലേ ഇടേ, അതൊക്കെ പഠിച്ച് വെക്കുക. അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക്. അപ്പോൾ ഇതൊക്കെയാണ് കൊളോണിയൽ ഗവൺമെൻറ് അല്ലെങ്കിൽ കൊളോണിയൽ റൂൾ ഇവിടെ വന്നതിന് ശേഷം ഇന്ത്യയുടെ എക്കണോമിക്ക് ഉണ്ടായിരുന്ന കണ്ടീഷൻ എന്ന് വെച്ചാൽ, ഇന്ത്യൻ എക്കോണമിയിൽ എന്ത് സംഭവിച്ചു? പൈസയൊക്കെ കുറവാണ്, ഇങ്ങോട്ടൊന്നും കിട്ടുന്നില്ല, നമ്മൾ അങ്ങോട്ടെല്ലാം കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു. ഇവിടെ കീ പോയിന്റ് നോക്കിയോ? ബിഫോർ ബ്രിട്ടീഷ് റൂൾ ഇന്ത്യ വാസ് സെൽഫ് റിലയൻറ്റ് ആൻഡ് പ്രോസ്പെറസ്. അതുപോലെ ഡ്യൂറിങ് ബ്രിട്ടീഷ് റൂൾ ഇന്ത്യാസ് എക്കോണമി വാസ് എക്സ്പ്ലോയിറ്റഡ് ഫോർ ബ്രിട്ടീഷ് ഇൻട്രസ്റ്റ്.
അപ്പോൾ ബ്രിട്ടീഷ് വരുന്നതിന് മുന്നേ ഇന്ത്യ എന്നുള്ളൊരു സെൽഫ് റിലയൻ്റ് ആൻഡ് പ്രോസ്പെറസ് ആയിരുന്നു. എന്ന് വെച്ചാൽ എന്താണ്, അത്യാവശ്യം നല്ല ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ എന്താണ്, ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം ബ്രിട്ടീഷുകാർ ഇന്ത്യയെ അങ്ങോട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണ്. എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന വെച്ചാൽ എന്താണ്, ചൂഷണം ചെയ്ത് നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ കാര്യങ്ങളും അവരങ്ങ് എടുത്തിട്ട് പോവുകയാണ് കേട്ടോ. അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി, ഈ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായി. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ച് വെക്കുക. ഇത് ഞാൻ ആകെ കൂടി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, കാണാതെ പഠിച്ചേ പറ്റൂ, വേറെ ഒരു വഴിയില്ല കേട്ടോ. നമ്മൾ ഈ വരുന്ന വീക്ക്ലി ടെസ്റ്റ് പേപ്പറിനൊക്കെ ചിലപ്പോൾ ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് വീട്ടിൽ വന്ന് അടിക്കാനൊന്നും പറ്റില്ല, പക്ഷെ നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും പണിഷ്മെൻറ്റ് തരും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പായിട്ടും പഠിച്ച് വയ്ക്കുക. കാണാതെ പഠിച്ച് ആകെ കൂടി 5-6 പോയിൻ്റേ ഉള്ളൂ, അത് പഠിക്കുക. എത്ര പാടാണോ? നിങ്ങൾ മലയാളത്തിൽ പരീക്ഷ എഴുതുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, ഇംഗ്ലീഷിൽ തന്നെ എഴുതാൻ ശ്രമിക്കുക കേട്ടോ. മാക്സിമം ഇംഗ്ലീഷ് തന്നെ പഠിക്കുക. കാരണം ഒരിക്കലും മലയാളം നിങ്ങൾ ഓപ്റ്റ് ചെയ്യരുത്. മലയാളത്തിൽ എഴുതുമ്പോൾ മാക്സിമം മാർക്ക് കുറയാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഞാനും എൻ്റെ ടൈമിലൊക്കെ പരീക്ഷയ്ക്ക് മലയാളത്തിലൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ കമ്പയർ ചെയ്തിട്ടുള്ളതാണ്. മലയാളത്തിൽ എഴുതുമ്പോൾ കൃത്യം വേർഡുകൾ നമ്മൾ എഴുതണം. ഒരു തരത്തിൽ അവിടെ ഇവിടെ മിസ്റ്റേക്ക് വരുത്താൻ പാടില്ല എന്നൊക്കെ കുറേ റൂൾസ് ഉണ്ട്. ഇംഗ്ലീഷിലാവുമ്പോൾ നമുക്ക് ആ വേർഡ്സൊക്കെ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ് പഠിക്കാനായിട്ട്. ഇപ്പോൾ എന്താണ്, മിക്ക വേർഡ്സും നമുക്ക് പഠിക്കാൻ കുറച്ചുകൂടി എളുപ്പം ഇംഗ്ലീഷാണ് കേട്ടോ. എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ പറഞ്ഞാണ്. നിങ്ങൾക്ക് മലയാളമാണ് ബെറ്റർ എങ്കിൽ, മലയാളത്തിൽ പരീക്ഷ എഴുതുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യണം. ഞാനിപ്പോൾ ഇംഗ്ലീഷിലാണ് നിങ്ങൾക്ക് PDF റെഡിയാക്കിയിട്ടുള്ളത്. മലയാളത്തിലാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എന്നെ ഒന്ന് അറിയിച്ചാൽ മാത്രമേ എനിക്ക് അതിനനുസരിച്ചുള്ള നോട്ട്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. മനസ്സിലായെങ്കിൽ അതൊന്ന് പറയാം കേട്ടോ. അടുത്തത് എന്താണ്, അഗ്രികൾച്ചർ സെക്ടർ. അപ്പോഴേക്കും അതിനുശേഷം നമ്മൾ ഇന്ത്യൻ എക്കോണമി ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം ഈ അഗ്രികൾച്ചർ സെക്ടറിൽ എന്തൊക്കെ മാറ്റം വന്നു, ഇൻഡസ്ട്രിയൽ സെക്ടറിൽ എന്തൊക്കെ മാറ്റം വന്നു, ഫോറിൻ സെക്ടറിൽ എന്തൊക്കെ മാറ്റം വന്നു, ഡെമോഗ്രാഫിക് കണ്ടീഷൻ എന്താണ്, ഒക്കുപേഷണൽ സ്ട്രക്ചറിൽ എന്തൊക്കെ മാറ്റം വന്നു, ഇൻഫ്രാസ്ട്രക്ചറിൽ എന്തൊക്കെ മാറ്റം വന്നു, ഇതൊക്കെ നമ്മളിനി പഠിക്കണം. വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്കത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. നിങ്ങൾ എന്ത് ചെയ്യുക, ഇതാദ്യം പഠിച്ചിട്ട് കാണാതെ പഠിച്ച് ക്ലിയർ ആക്കി വയ്ക്കുക. അപ്പോൾ ഇന്നത്തെ ഈ 2 ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് എന്തുകൊണ്ടാണ് 2 ടോപ്പിക്കിൽ നിർത്തിയെന്ന് വെച്ചാൽ, ഓൾറെഡി നമുക്ക് എന്താണ് ഇൻട്രൊഡക്ഷൻ സെക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു 3 മിനിറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ ആകുമ്പോഴേക്കും കുറച്ചധികം ലെങ്തി ആവും. നിങ്ങൾ ആ ഒരു വീഡിയോയുടെ ടൈം കണ്ടിട്ട് ചിലപ്പോൾ നിങ്ങൾ കാണാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിവിടെ വെച്ച് നിർത്തുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഉറപ്പായിട്ടും അത് വ്യക്തമായിട്ട് പഠിക്കുക. അതെന്നെ ഒന്ന് അറിയിക്കുക, നിങ്ങൾക്ക് പഠിപ്പിക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെത്തേഡ് ഞാൻ എടുക്കണോ, എൻ്റെ വേറെ ഏതെങ്കിലും ഒരു മെത്തേഡിൽ കൂടെ ഞാൻ പഠിപ്പിക്കണോ, ഞാൻ പഠിപ്പിക്കുന്ന രീതിയിൽ മാറ്റം വരുത്തണോ എന്നൊക്കെ നിങ്ങൾ പറഞ്ഞാലേ എനിക്കറിയാവൂ. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് പറയാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ടാറ്റാ.